ഇടുക്കിയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കിയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജലവിനോദങ്ങൾ, ട്രക്കിംഗ്, സാഹസിക വിനോദങ്ങൾ എന്നിവ നിരോധിച്ചു. ഉത്തരവ് ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടാകും. വൈകിട്ട് 7 മണി മുതൽ രാവിലെ 6 മണി വരെ മലയോര മേഖലയിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പ്രവർത്തികൾ, തോട്ടം ജോലികൾ, ദേശീയപാത നിർമ്മാണം എന്നിവ നിർത്തിവെക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഖനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, നിലവിൽ ഇടുക്കി ജില്ലയിലെ സാഹചര്യം എന്താണ്? കനത്ത മഴയാണോ? എന്തൊക്കെയാണ് മുന്നറിയിപ്പുകളും നിയന്ത്രണങ്ങളും? ഗുഡ് മോർണിംഗ് ഷിഹാസ്, കീർത്തന. പുലർച്ചെ 5 മണി വരെ മഴ മാറി നിൽക്കുകയായിരുന്നു. ഇന്നലെയും ശക്തമായിട്ടുള്ള മഴ അങ്ങനെ രേഖപ്പെടുത്തിയിരുന്നില്ല. പക്ഷേ രാവിലെ 5 മണി മുതൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ മഴ രേഖപ്പെടുത്തുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നമ്മൾ നിൽക്കുന്ന കട്ടപ്പനയിലാണെങ്കിൽ ഉൾപ്പെടെ രാവിലെ 5 മണി മുതൽ ഭേദപ്പെട്ട മഴ ലഭിക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിലും അതിശക്തമായിട്ടുള്ള മഴ പെയ്യും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നുവെങ്കിൽ ഇന്നും നാളെയും ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത ജാഗ്രതയിലാണ് ജില്ല മുന്നോട്ട് പോകുകയും ചെയ്യുന്നത്. അതീവ ജാഗ്രത വേണമെന്നതാണ് ജില്ലാ കളക്ടർ തന്നെ അറിയിക്കുകയും ചെയ്യുന്നത്. അതിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ടാണ് കടുത്ത നിയന്ത്രണങ്ങൾ ജില്ലയിൽ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിനോദസഞ്ചാരികൾക്ക് പ്രവേശന നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതിപ്പോൾ വീണ്ടും തുടരാൻ തന്നെയാണ് ഇന്നലെ വൈകിട്ട് പുറത്തു വന്ന ഉത്തരവിലൂടെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ജലവിനോദങ്ങളും സാഹസിക വിനോദങ്ങളും ട്രെക്കിങ്ങും പൂർണ്ണമായും നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, വിനോദസഞ്ചാരികളോട് ഈ മഴ മാറുന്നതുവരെ ജില്ലയിലേക്ക് പ്രവേശിക്കരുത്, എത്തരുത് എന്നതാണ് പറയുകയും ചെയ്യുന്നത്. അതുകൂടാതെ ദേശീയപാതയിൽ രാത്രികാല നിരോധനം, മാത്രമല്ല മലയോര മേഖലയിലും രാത്രികാല യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് യാത്രാ നിരോധനം. കഴിഞ്ഞ ദിവസത്തെ ഏർപ്പെടുത്താതിരുന്ന മറ്റൊരു നിയന്ത്രണം എന്ന് പറയുന്നത് തോട്ടം മേഖലയിലെ ജോലികളാണ്. തോട്ടം മേഖലയിലെ ജോലികളും ഓറഞ്ച് അലേർട്ട് പിൻവലിക്കും വരെ പാടില്ല എന്നാണ് പറയുന്നത്. ഖനന പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തികൾ എന്നിവയും നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നുൾപ്പെടെയുള്ള വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത. കൂടാതെ ഈ റോഡുകളിൽ ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ഉടൻ തന്നെ മുറിച്ചു മാറ്റാനും ജില്ലാ ഭരണകൂടം വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി, ഇടുക്കിയിലും മഴ കനത്തേക്കും. രാവിലെ മുതൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ശരി, രാഹുലിനോട് ഒരു കാര്യം കൂടി ചോദിക്കാം. രാഹുൽ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ നല്ല മഴയുണ്ടോ അതോ സാമാന്യം എങ്ങനെയാണ് മഴയുടെ ഒരു അവസ്ഥ ഇപ്പോൾ? ഷിഹാസ്, രാവിലെ നമ്മൾ കട്ടപ്പനയിലാണ് ഉള്ളത്. ഭേദപ്പെട്ട മഴയാണ് രാവിലെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ രാവിലെ 5 മണി വരെ മഴയില്ലായിരുന്നു. പക്ഷെ 5 മണിക്ക് ശേഷമാണ് നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ മഴ ആരംഭിച്ചിരിക്കുന്നത്. മഴ മേഘങ്ങളുണ്ട്, ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യത തന്നെയുണ്ട്. അതിപ്പോൾ കട്ടപ്പന മാത്രമല്ല, ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും മഴ തുടരുന്നുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലെ കാലാവസ്ഥ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും മുന്നറിയിപ്പുകളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ട്. അത് ശ്രദ്ധിക്കുക, അത് പാലിക്കാൻ പരമാവധി ശ്രമിക്കുക.